കന്നിക്കൂറിലുള്ള അത്തനക്ഷത്രം. അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്ക് നമുക്ക് ശനീശ്വരൻ വരുന്നുണ്ട്. വിഷുഫലം അനുസരിച്ച് 7ലേക്ക് ശനീശ്വരൻ മാർച്ച് 29 വരുന്നുണ്ട്. നമ്മൾ മാർച്ച് 29 വന്നിട്ടുണ്ട്. പിന്നെ മെയിലാണ് നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ അത്തനക്ഷത്രക്കാർ 7ാം ഭാവത്തിൽ കണ്ടകശനിയുടെ കാലഘട്ടമാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ട് ഇപ്പം നടക്കും എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നത് പെട്ടെന്ന് നടന്നൊന്നും വരില്ല. അതൊരു പ്രാവശ്യത്തിന് 2 പ്രാവശ്യമൊക്കെ നമുക്ക് പോണ്ടി വരും. അപ്പം അതുകൊണ്ട് നമുക്ക് അലസത പാടില്ല, മടി പാടില്ല. നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഇപ്പം നടക്കുമെന്ന് വിചാരിച്ചതാണ്, അത് നടക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ അതിലൊന്നും നമുക്കൊരു കുഴപ്പങ്ങളില്ല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ 10ാം ഭാവത്തിലാണ് നമ്മുടെ വ്യാഴം നിൽക്കുന്നത്. ആ 10ലെ വ്യാഴം എപ്പോഴും നല്ലതാണ്, കർമ്മത്തിലാണ് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ കൊടുത്തവരിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം വിചാരിച്ച പോലെ ഇങ്ങോട്ട് നടന്നു എന്ന് വരില്ല. പക്ഷെ അതിനൊക്കെ നമ്മൾ ശിവനെ തന്നെ ധ്യാനിക്കുക. പിന്നെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ വ്യാഴമൊക്കെ നമുക്ക് നല്ല ഈശ്വരകാരകത്വമായിട്ട് വരും. അപ്പം അത്തനക്ഷത്രക്കാരെ സംബന്ധിച്ച് അധികം ബുദ്ധിമുട്ടില്ലാതെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ കേതുവൊക്കെ ഉണ്ട് 12-ൽ. അത് സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്. നമുക്ക് കേസ്, കോടതി അങ്ങനെയൊക്കെ വല്ലതുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട്, ബുധനാണ് രാശി, ബുധൻ്റെ രാശിയിലാണ് അത്തനക്ഷത്രം. അപ്പോൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് ഒരു കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിപൂർവ്വം നമ്മൾ നമ്മുടെ വക്കീലുമായിട്ട് സംസാരിച്ച് നമ്മുടെ കേസും കോടതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ 2.5 വർഷമാണ് ശനീശ്വരൻ ഇവിടെ നിൽക്കുന്നത്. ഈ 2.5 വർഷവും നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് നമുക്ക് ഇന്ന് വന്നാൽ ഇപ്പം എന്തൊക്കെ ആവും എന്നൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എഴുതി വെച്ച് പോലെ നമ്മൾ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം നമ്മളത് തുടർന്ന് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഏറ്റവും നല്ലതായിട്ടൊരു ഭാവത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അത്തനക്ഷത്രക്കാർ നോക്കേണ്ടത്.